എവിടെ പോവാ? പോവോ? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? പുറത്തു പോവാൻ നോക്കിയതാ. അതിനെന്തിനാ ഒച്ച അനക്കോ ഇല്ലാതെ കള്ളിയെ പോലെ പമ്മി പോകുന്നത്? വല്ലതും മോട്ടിച്ചോണ്ട് പോവാന്നോ? വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് കാണിക്കാം, ഞാൻ പറയാൻ പാടില്ല അല്ലേ? മോൾ എന്നാലേ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന്. നിനക്ക് മര്യാദ എന്താണെന്ന് അറിയില്ല. അതൊക്കെ പഠിച്ചിട്ടേ നീ പുറത്തിറങ്ങിയാ മതി. ഞാൻ പോവും. നീ പോവില്ല. എന്നെ നോക്കാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നെ. ആ ജോലി ചെയ്യാതെ പുറത്ത് കറങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ തടവ് പുള്ളിയോ? ആ അതെ, നീ തടവ് പുള്ളിയാ. എന്റെ കൈയും കാലും തടവുന്ന പുള്ളി. എനിക്കൊരാളുടെ സമ്മതം വേണ്ട. കൂടുതൽ വിളച്ചിലെടുത്താ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ വിളിക്കടി. ധൈര്യം ഉണ്ടെങ്കിൽ നീ വിളിക്കടി. പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കുക എന്ത് വേണമെന്ന്. ഇതുപോലെ ശല്യായല്ലോ. 1 മണിക്കൂർ മതി, പെട്ടെന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. വേണ്ട, നീ എങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പോവും. തടയാൻ പറ്റുമെങ്കിൽ തടയും. നിന്നോട് പോവല്ലെന്നല്ലേടി ഞാൻ പറഞ്ഞത്. പോവല്ലെന്ന് പറഞ്ഞാ നീ പോവണം. സർക്കുത്തരം പറയുന്നുണ്ട്. പറഞ്ഞ കേട്ടില്ലെങ്കിലേ നിന്റെ കൈയും കാലും ഓടിച്ച് ഞാൻ ഇടും. നിന്നെ ഞാൻ വിടത്തില്ലടി. പോവല്ലെന്ന് പറഞ്ഞ നീ പോവൂലേ? ഇവിടെ വാടി. നിനക്ക് എന്തുവാടി ഇപ്പൊ അത്ര അത്യാവശ്യം? മനസ്സിലാവില്ലേ? നിന്നെ വിടത്തില്ല. ഇവിടെ വാടി. എന്താ എന്താ പ്രശ്നം? ഇവിടെ ഞാൻ മുറിക്കാതിട്ട് പൂട്ടാൻ പോവാ. അവിടെ കിടക്കട്ടെ അവള്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? തട്ടിപ്പ് കാണിക്കാൻ നോക്കി. അവക്ക് പുറത്തു പോണെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ സമ്മതിക്കില്ലേ. അതിന് പകരം ഒളിച്ചു പോവാൻ നോക്കുന്നു. ഞാൻ വിടുവോ? ആ അങ്ങനെ ഇപ്പൊ നീ പോവണ്ട. പാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാം. വിട് പ്രേമേ, പാവല്ലേ, മുറിക്കാതൊന്നും അടക്കണ്ട. ആ വേണ്ട. പക്ഷേ ഇവൾ ഇവിടുന്ന് പുറത്തു പോവില്ല. കൂടുതൽ കളിച്ച പെട്രോൾ ഒഴിച്ച് കത്തിക്കില്ല. അത്ര ഞാൻ കണ്ടോ? ആ ഇതാണ് ഇവളുടെ കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ മുറി പൂട്ടിയിടാതിരിക്കും? ഞാൻ പുറത്തു പോകുന്നതിന് ഇവർക്ക് എന്താ കുഴപ്പം? ഇവരാരെ എന്നെ നിയന്ത്രിക്കാൻ? സുഖമില്ലാത്ത ആളല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പെരുമാറുന്നത്. നീ ഒന്ന് ക്ഷമിക്കേ. നല്ല പെട കിട്ടാത്തതിന്റെ. ആ എന്നാ വാടി. ഒന്നും മിണ്ടായിരിക്കും പ്രേമേ. ചന്ദ്രേ, നിനക്ക് അത്യാവശ്യമാണോ പുറത്തു പോകണമെന്നുള്ളത്? അതെ പ്രേമേ, ഒരു പ്രാവശ്യത്തേക്ക് വിടാം. ശരി വിടാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാനും കൂടെ വരും. എന്തിന്? ഞാൻ മെന്റൽ ഹോസ്പിറ്റലിലേക്കൊന്നല്ല പോകുന്നേ. ഇവളെന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരും, അല്ലെങ്കിൽ നീ പോവണ്ട. ഇതൊരു തരം ദുർവാശയാ. ആ അതെ, ദുർവാശയാ. അച്ഛനെങ്കിൽ നീ സഹിച്ചാ മതി. ഇതിലൊന്നും പറയാനില്ലേ? പ്രേമ എന്താണോ പറയുന്നത് അതങ്ങ് അനുസരിക്ക്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലേ? ആ അതെ, പോവണ്ട. കാണിച്ചു തരാം ഞാൻ. അവർ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാ. അവർക്ക് ആ സ്വർണം തിരിച്ചു വേണമെന്ന്. മോനെ, നിന്റെ അടവൻ കൈ വെച്ചാ മതി. അത് ഞാൻ തിരിച്ചു തരുന്ന പ്രശ്നമില്ല. ഞാൻ സത്യമാ പറയുന്നത്. അവര് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. ഇപ്പം അച്ഛൻ എന്നെ വിളിച്ച, ഇനി ദേവിക എന്നെ വിളിക്കും. അവൾ ഈ പ്രശ്നം പറഞ്ഞാൽ ആകെ കുഴപ്പമാവും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് തീർക്കണം. എന്നെ ഒന്ന് സഹായിക്കും. ആ മേടിച്ച സാധനം തിരിച്ചാ. ഒരു പണിക്കരോടാ സംസാരിക്കുന്ന ഓർമ്മ വേണം. തന്ന ദക്ഷിണ ആരെങ്കിലും തിരിച്ചു കൊടുക്കൂ. നീ പോവാൻ നോക്കൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. പോലീസ് വരും. എന്നോട്ടെ, നടന്ന മുഴുവൻ ഞാൻ അവരോട് പറഞ്ഞോളാം. അത് എനിക്ക് ദോഷം ചെയ്യും. ആണല്ലോ. എങ്കിൽ നീ ചെയ്യേണ്ടെന്നാണെന്നറിയോ? സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അവർക്ക് വേറൊരു സ്വർണം വാങ്ങിച്ചു കൊടുക്ക്. അതോടെ പ്രശ്നം തീരുമല്ലോ. അപ്പോഴും നിങ്ങൾ എനിക്ക് തരില്ലല്ലേ? ഇല്ല, ആ പ്രതീക്ഷ എന്തായിരുന്നാലും വേണ്ട. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാനത് തിരിച്ചു തരില്ലെന്ന് പറഞ്ഞത്. വേറൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് പോവാല്ലോ.
എന്നെ തനിക്ക് ശരിക്കും അറിയില്ല. എന്നെ നിനക്കും അറിയില്ല. പൂജ ചെയ്യെ താളത്തിൽ കളയും ഞാൻ. കാണോ നിനക്ക്? ഭീഷണിയൊക്കെ വേറെ ആരോടെങ്കിലും മതി. ഇതാള് വേറെ മോനെ. വഴിമാറ മാറടാ.